Hi, hello friends. Welcome to the new section of Almost PC channel. ഇന്നിപ്പം എല്ലായിടത്തും ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് പ്രിയദർശിനി അല്ലേ? നല്ല പേരല്ലേ പ്രിയദർശിനി? സ്ത്രീ സൗഹൃദ ബസ് യാത്രയാണ് പ്രിയദർശിനി. 2026 ജൂൺ 15 അത് ഉദ്ഘാടനം ചെയ്തു. അപ്പം ഞാൻ നേരെ സന്തോഷത്തിലാണ്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഇന്നലെ ഞാനൊരു ബസ് യാത്ര, പ്രിയദർശിനി യാത്ര നടത്തി 0 ടിക്കറ്റിൽ യാത്ര ചെയ്തു. വളരെ സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മുടെ സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും ഓരോ പ്രൊജക്റ്റുകളും വിജയിച്ചു വരുവാണ്. അങ്ങനെ വിജയിച്ചു വരുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് പോസിറ്റീവ് കമൻസും ഒരു ഭാഗത്ത് നെഗറ്റീവ് കമൻസും ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയാൽ പോലും ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും അല്ലേ? പക്ഷെ നമ്മളത് തളരില്ല. അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റും തളരുകയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളല്ലെന്ന് വെച്ചാൽ ഒരു കണക്കിന് നോക്കിയാൽ ഈ സ്ത്രീകളെ പോലെ തന്നെ അവകാശങ്ങളുള്ളവരല്ലേ, നികുതി അടയ്ക്കുന്നവരല്ലേ പുരുഷന്മാരും. അപ്പം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് മാത്രം സൗജന്യയാത്ര കൊടുക്കുന്നത് അത്ര നല്ലതാണോ എന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എസ് ഓർ നോ പറയുകയില്ല, നിങ്ങളാണത് പറയേണ്ടത്. കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾക്കതിൽ കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇപ്പം KSRTC ജീവനക്കാർക്ക് കുഴപ്പമില്ല, അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണല്ലേ. പ്രൈവറ്റ് ബസ് ജീവനക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മുതലാളി കൊടുക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കണ്ടക്ടർ, ഡ്രൈവർ, അവരൊക്കെ. അപ്പോൾ അവർക്ക് കളക്ഷൻ കുറയുമ്പം അതിനനുസരിച്ചുള്ള ഇത് അവർക്ക് കുറയും, അവർക്ക് കിട്ടുന്ന ശമ്പളം അത് കുറഞ്ഞു പോകും. അപ്പം എല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളൊരു പദ്ധതി തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ സർക്കാർ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നതേ ഉള്ളൂ. സർക്കാർ കയറിയിട്ട് ഇത്ര നാളെ ആയുള്ളൂ. അതിനു മുമ്പ് അവരെ അടിച്ചമർത്താനായിട്ട് പല സംഘടനകളും പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്. അപ്പം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ആണ് ഈ പ്രതിനിധികൾ. അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നമ്മൾ വോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെയല്ലേ. ഇപ്പം പ്രിയദർശിനി വന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ വോട്ട് ചെയ്ത് നല്ല സർക്കാരിനെ അധികാരത്തിലെടുത്തുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ച വരാനായിട്ട് പാടില്ല. പുരുഷന്മാർക്കും ആഴ്ചയിൽ 2-3 ദിവസം അവർക്കും സൗജന്യമായിട്ടുള്ള യാത്ര കൊടുക്കുക, കുട്ടികളിൽ വേർതിരിവ് കാണിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പദ്ധതി കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.